ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പലണ്ടി മിഠായിയാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ നൊസ്റ്റാൾജി ഫീലിംഗ് ആയിരിക്കും ഈ ഒരു മിഠായി കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വെറും 2 ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോക്ക് താഴെ ഇതുപോലെ ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു 2 സാധനങ്ങളാണ് വേണ്ടത്. ആദ്യമായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അളവിൽ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറുക്കാത്ത കപ്പലണ്ടിയാണ്, പച്ച കപ്പലണ്ടിയാണ്. ഇത് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ വറുത്തതാണ് എടുക്കുന്നതാണെങ്കിൽ ഒന്നങ്ങ് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണ് കപ്പലണ്ടി എടുക്കുന്നത് അതിൻ്റെ നേർ പകുതിയാണ് പഞ്ചസാര വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കുക. അതിനുശേഷം അതിലേക്ക് ചൂടായതിന് ശേഷം കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം, പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളറൊക്കെ മാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒരു സ്റ്റേജിൽ പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വറുത്ത് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് ശരിക്കൊന്ന് ചെറിയൊരു പച്ചച്ചുവയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം തൊലിയൊക്കെ കുറച്ചൊന്ന് ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു പാനിൽ തന്നെ വെക്കുകയാണ്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തൊലികളൊക്കെ കളഞ്ഞെടുക്കണം. അതുപോലെ തന്നെ തൊലി കളഞ്ഞതിന് ശേഷം ഓരോ കപ്പലണ്ടിയും 2ആയിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ചെയ്യണമെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് കരിയിച്ചെടുക്കണം, അതായത് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാര നല്ല കട്ടിയുള്ള ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കാതെയും കാരമലൈസ് ചെയ്യാൻ ഞാൻ മുന്നേ പ്ലം കേക്കിൻ്റെ റെസിപ്പീസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു പഞ്ചസാരയുടെ കാരമലൈസേഷന്. അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. വെള്ളം ഇല്ലാതെ ആണെങ്കിൽ ഈ പാൻ ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി, വെള്ളം ഒഴിക്കാതെ. അപ്പോൾ വെള്ളം ഒഴിച്ചാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് സ്പാച്ചിൽ വെച്ച് ഇളക്കിയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആ അടിഭാഗത്തുള്ള പഞ്ചസാര മാത്രം അങ്ങോട്ട് കരിഞ്ഞു പോകുന്ന ഒരു രീതിയായിരിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുക. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു കളർ മാറുന്ന സ്റ്റേജൊക്കെ ആകുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വെക്കുക. നമ്മൾ കാരമലൈസ് ചെയ്തിരിക്കുന്ന എന്ത് റെസിപ്പി ചെയ്യുകയാണെങ്കിലും അത് കരിഞ്ഞു പോയാൽ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കയ്പ്പ് രസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു പണിക്കും പോവാതെ ഇത് പഞ്ചസാര കരിയിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് അടുത്ത് തന്നെ നിന്നിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കളർ വന്നാൽ നമുക്കിത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കപ്പലണ്ടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കളറ് കൂടുതൽ ഡാർക്ക് ആവാതെ നോക്കുക. ഈ ഒരു ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളർ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ട് തോന്നുന്നതാണ്. അത്രയ്ക്ക് ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ കപ്പലണ്ടി, ചില കപ്പലണ്ടി നമ്മളത് പൊട്ടിച്ച് കഴിയുമ്പോൾ കൂടുതൽ അളവുണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ടിടുക. ഇതൊരു നമുക്കിതൊന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഇതൊന്ന് മിക്സ് ആകാനുള്ള രീതിയിലുള്ള സിറപ്പ് കാരമലൈസ്ഡ് ചെയ്ത നമ്മുടെ ഷുഗർ അതിലുണ്ടായിരിക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അധികം താമസിയാതെ തന്നെ ഒരു ഗ്രീസ് ചെയ്ത എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും ബൗളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലൊക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് ഒരു റോളിംഗ് പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിയോ കാര്യങ്ങളോ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലൊരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സ്ക്വയർ ആക്കി റെക്റ്റാങ്കിൾ ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മളിത് ഹാർഡായി കഴിഞ്ഞാൽ ഇത് ഒന്നിനും പറ്റില്ല, നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഫോട്ടോയിൽ ഭംഗിയൊക്കെ വേണ്ടതുകൊണ്ട് ഇതുപോലെ ഒന്നങ്ങ് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് റെക്റ്റാങ്കിൾ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട്
സെറ്റ് ആകുന്നതിന് മുമ്പ് വേണം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ജസ്റ്റ് കുറച്ചൊന്ന് ചൂടൊക്കെ ആറിയിട്ട് നമുക്കിത് തൊടുമ്പോൾ മനസ്സിലാവും ഇത് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റേജിൽ വേണം ഇത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര പീസാണ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ പീസായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കിത് കുറച്ചുകൂടി കനം കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചുകൂടി അങ്ങ് സ്പ്രെഡ് ആക്കിയിട്ട് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ നല്ലത്, ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഹൈജീനിക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴുള്ളൊരു സന്തോഷവും ആത്മസംതൃപ്തിയും അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. 2 ചേരുവ മാത്രം മതി. പഞ്ചസാര എല്ലാവരുടെ വീട്ടിലും കാണും. അതുപോലെ കപ്പലണ്ടി ഇല്ലാത്തവരൊന്ന് വാങ്ങിച്ചിട്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ഈ ഒരു പഞ്ചസാര കരിക്കുന്ന ആ ഒരു സ്റ്റേജാണ്. അത് നമ്മൾ അധികം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ വീഡിയോയിൽ കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ടാണ് കാണുന്നത് ഈ ഒരു ഞാൻ കപ്പലണ്ടി അതിലേക്ക് ഇടുന്ന സമയത്ത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കപ്പലണ്ടി മിഠായി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇത്രയും ഫ്രഷ് ആയിട്ട് നമുക്ക് ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാനായിട്ട് പറ്റാറില്ല. അതുപോലെ നല്ലൊരു ക്രിസ്പി ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം റെസിപ്പി തന്നെ പഞ്ചസാരക്ക് പകരം നമുക്ക് ശർക്കര ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ശർക്കര ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ സമയം നമ്മൾ അതിൻ്റെ സിറപ്പും കാര്യങ്ങളും അതിൻ്റെ പാകമൊക്കെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇത് സെറ്റായി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്തിരുന്ന ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.